അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ അതായത് ചോദ്യം ഉത്തരം പിന്നൊരു പാട്ട് ആ ഫോർമാറ്റ് ഇല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ ഇന്നിപ്പം ഈ വിവേകാനന്ദൻ വൈറലാണെന്നുള്ള സിനിമയെ കുറിച്ച് ഇപ്പോൾ കമൽ വളരെ ഒരു ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അതിൻ്റെ ടൈറ്റിലും വളരെ രസകരമായിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന കാലഘട്ടത്തിനൊക്കെ പറ്റുന്നൊരു ടൈറ്റിലാണ്. ഷൈൻ ടോം ചാക്കോ അല്ലേ കൂടെ? ഷൈൻ ടോം, ഗ്രേസ് ഉണ്ട്, ഗ്രേസും ഉണ്ട് അല്ലേ, മറീന മൈക്കിൾ ഉണ്ട്, പിന്നെ ജോണി ആന്റണി ചേട്ടൻ, മാല പാർവതി, മഞ്ജു പിള്ള ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പോൾ ഒരു വലിയ കാസ്റ്റാണ്, നല്ല നിരയാണ്. ഓക്കെ, കമലിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള സിനിമ എന്നുള്ളതിലേക്ക് കമലിനൊരു ഒരു പ്രത്യേക ബോക്സ് ഓഫീസ് ഓഡിയൻസ് ഉണ്ടല്ലോ. അതിൽ എത്ര മനോഹരമായിട്ട് മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള പാട്ടിനൊട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു ഡയറക്ടറുമാണ് കമൽ അല്ലേ? അതെ, ഇന്നലെ സിനിമ കാണാനായിട്ട് അവിടേക്ക് പോകുമ്പോഴേക്കും അച്ഛനമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വാസികയെ ശ്രദ്ധിച്ചത്, ഞാൻ അതിൻ്റെ വീഡിയോ കയറി പോകുന്ന ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ സ്വാസിക വളരെ അവരെ പാമ്പർ ചെയ്യുന്നു. സാധാരണ അച്ഛനും അമ്മയും മകളെ പാമ്പർ ചെയ്യാണ്, ഇത് പക്ഷെ തിരിച്ചാണ്. അച്ഛൻ എവിടെ അമ്മ എവിടെ തിരിഞ്ഞു നോക്കുന്ന സ്വാസിക. അത്രയും അറ്റാച്ച്ഡ് ആണോ അവരായിട്ട്? അച്ഛനിപ്പം ലീവിന്, അച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, ബഹ്റൈനില്. ഇപ്പൊ ലീവിന് വന്നു. അപ്പോൾ അമ്മ പിന്നെ സ്ഥിരം എൻ്റെ കൂടെ ഉള്ള ആളാണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ട്. അത് പൊതുവെ വരാനും ഒക്കെ മടിയുള്ള ആൾക്കാരാണ്. കമൽ സാറിനെ ഹഗ് ചെയ്തതിനു ശേഷം ഉടനെ അച്ഛനും അമ്മയും ഉണ്ടോ അവരുണ്ടോ? അതെ, അപ്പൊ ഞാനിങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അവര് പുറകോട്ട് വലിഞ്ഞ് ചിലപ്പം അമ്മയൊക്കെ പല സമയത്തും കാറിലേക്ക് തന്നെ തിരിച്ചു ഓടിപ്പോയി ഇരിക്കും. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവരെ കൂടെ കൂട്ടുന്നത്. അതൊരു അറ്റാച്ച്മെന്റ്, അവര് അമ്മയായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ അച്ഛൻ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻസിനൊക്കെ അധികം അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഇത്രയും ക്രൗഡും ക്യാമറയൊക്കെ വരുമ്പോൾ ചിലപ്പം അച്ഛനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സാധാരണ സെലിബ്രിറ്റികളെ അവരുടെ അച്ഛനമ്മമാർ കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത്. പെൺകുട്ടികൾ അച്ഛനമ്മമാരെയൊക്കെ നന്നായി നോക്കണം അല്ലേ? ഇത് സ്വാതിയോട് പറയുന്നതാണ് തോന്നുന്നു. ഒറ്റ മോളാ സ്വാതി. തീർച്ചയായിട്ടും നോക്കണം. പിന്നെ നമ്മൾ പിന്നെ പ്രണവ് ശശിയെ ഞാൻ ആദ്യം അറിയുന്നതേ ഈ നാടൻ പാട്ടിലൂടെയല്ല കേട്ടോ, സിനിമാ പാട്ടിലൂടെയാണ്. അല്ല, അത് നല്ലൊരു പിന്നെ നാടൻ പാട്ടിലൂടെ അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് സിനിമയിലെ പാട്ടിലൂടെയാണ്. ഈ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞിട്ട് വളരെ ഹിറ്റാണ്. ഒരു കാലത്ത് കേരളത്തിൽ ഉടനീളം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ദിലീപിന്റെ സിനിമയല്ലേ? ഏതായിരുന്നു സിനിമ? ഗോപിസുന്ദർ സാറാണ് മ്യൂസിക്. കോടതി സമക്ഷം ബാലൻ വക്കീൽ അല്ലേ? ഗോപിസുന്ദർ സാറാണ് മ്യൂസിക്. കോടതി സമക്ഷം ബാലൻ വക്കീൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സിനിമ അല്ലേ? ഉണ്ണികൃഷ്ണൻ സിനിമ ചെയ്തത്. അതെ, അതൊരു വലിയ ആ പാട്ട് കേട്ട് എന്നെ വിളിച്ച് തന്നെ പാലക്കാടിൻ്റെ ഒരു പാട്ട് പാടിയിരുന്നു ഞാൻ. പാലക്കാടിനെ കുറിച്ച് വർണ്ണിക്കുന്ന പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ഒരു പാട്ട്. ആ പാട്ട് കേട്ടാണ്. അത് സിനിമയിലെ പാട്ടാണല്ലേ? ഏത്? മഞ്ഞ മഞ്ഞ ബൾബുകൾ ഒരു കാലത്ത് കേരളത്തിൽ നിങ്ങൾ യാത്ര ചെയ്താൽ എല്ലായിടത്തും കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു. അങ്ങനെയാണ് അതിന് ശ്രദ്ധിക്കുന്നത്. പാട്ടാണെന്ന് അറിയില്ല. സിനിമയിലെ പാട്ടാണ്.